എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പാറുവിനോടൊന്നല്ല ആരോടും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പാറുവിനോട് ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ അവൾ തകർന്നു പോകും. എനിക്കിപ്പോ അവിടെ എന്ത് തീരുമാനം എടുക്കുമെന്ന് വല്ലാത്ത പേടിയുണ്ട്. പത്മനാഭന്റെ ഉറക്കം കെടുത്തിയവരാരും സമാധാനത്തോടെ ഉറങ്ങില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗംഗ. ദാനധർമ്മിണിയായിരുന്നവൾ ഇപ്പോഴേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷാന്തേഹിയെ പോലെ ക്യൂ നിൽക്കുക. പുറം ലോകം കാണാതെ, മക്കളെയും ബന്ധുക്കളെയും ഒരു നോക്ക് കാണാതെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്നു ഗംഗ. എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മയുടെ നിഴൽ രൂപം പോലും ഇപ്പൊ എൻ്റെ മനസ്സിലില്ല. ഒരമ്മയുടെ സ്നേഹം ഞാനോ എൻ്റെ കുട്ടികളോ അനുഭവിച്ചിട്ടില്ല. അമ്മയെക്കുറിച്ചുള്ള ചിന്ത പോലും എൻ്റെ ഉള്ളിൽ നിന്ന് മരിച്ചു എന്നേക്കുമായിട്ട്. കേൾവി ശക്തിയില്ലാത്ത മരത്തിനോട് സംസാരിക്കുന്നതിന് പകരം പാറുവിനോട് സംസാരിക്കണമെന്ന് പാറു പറഞ്ഞിരിക്കുന്നു. മരത്തിന് ജീവനുണ്ട്. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷെ എന്റെ സങ്കല്പത്തിൽ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കുന്നില്ല. ഞാൻ പറയുന്ന ആരും കേട്ടില്ലെങ്കിലും എനിക്ക് വേറൊരു സ്ഥലമില്ല എൻ്റെ മനസ്സ് ഉറക്കാൻ. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പാറുവിനോടൊന്നല്ല ആരോടും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പാറുവിനോട് ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ അവൾ തകർന്നു പോകും. എനിക്കിപ്പോ അവിടെ എന്ത് തീരുമാനം എടുക്കുമെന്ന് വല്ലാത്ത പേടിയുണ്ട്. എൻ്റെ സ്വാർത്ഥത കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് അവൾക്ക് തോന്നും. ചിലപ്പോ എല്ലാം ഉപേക്ഷിച്ച് പാറു എങ്ങോട്ടെങ്കിലും പോയെന്ന് വരും. എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചും ഞങ്ങളെ ഉപേക്ഷിച്ചും നിങ്ങൾ പോയതുപോലെ. എനിക്കറിയാം ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ശാപമാണ്. അതിങ്ങനെ വിട്ടുമാറാതെ എൻ്റെ കുടുംബത്തിന്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴും ഉണ്ടാകും. അതിലെനിക്കോ എൻ്റെ കുട്ടിയേക്കോ ഒരു പരിഭവമില്ല. ദേവിയത് ഉപദ്രവിക്കായിരുന്നൂടെ? ഞങ്ങളുടെ കണ്ണീര് കണ്ട് മതിയായില്ലേ നിങ്ങൾക്ക്? എല്ലാം കണ്ട് ഞങ്ങളുടെ തകർച്ച കണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. സന്തോഷിച്ചോ? ഗിരിയേട്ടന്റെ മനസ്സിൽ അമ്മയോട് ഇത്രയും വെറുപ്പുണ്ടായിരുന്നോ? ആ അമ്മ ശരിക്കും തെറ്റുകാരിയാണോ അതോ നിരപരാധിയാണോ? ശരിക്കും എന്താ സംഭവിച്ചത്? സത്യം എന്താണെന്നറിയാൻ എന്താ ഒരു വഴി?
പിന്നെ ഓട്ടോ 2 മിനിറ്റ് ഒന്ന് നിർത്തിയേക്കണം കേട്ടോ. ആ. ചേട്ടത്തി ഇനി കടയിലേക്ക് പോയോ മോളെ? ഇല്ല, ഏട്ടൻ പോവാൻ ഒരുങ്ങുന്നേ ഉള്ളൂ. ആ, ഓ, ഇപ്പഴാ ഒരു സമാധാനമായത്. നീ ഇരിയെ ഒന്ന് വിളിച്ച മോളെ. കൊച്ചനേട്ടത്തി വന്നു. ആ, മോളിവിടെ ഉണ്ടായിരുന്നോ? അല്ല, പുതിയ എന്തോ കോളുമായിട്ടാണല്ലോ വന്നിരിക്കുന്നേ. അതെ, അത് പറയാനാ ഞാൻ രാവിലെ ഇനി വന്നത്. ആ, ചേട്ടത്തി എന്താ പുറത്തേനെ നിന്ന് അകത്തേക്ക് വാ വാ. വേണ്ട മോനെ, ചേട്ടത്തിക്കേ 1-2 സ്ഥലത്തൂടി പോവാനുണ്ട്. ഞാൻ വന്ന കാര്യം പറയാം. എന്താ? രത്നമോൾക്കേ നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആ, നല്ല കൂട്ടരാ. ചേട്ടത്തി അവരെ കുറിച്ചൊക്കെ ശരിക്കും അന്വേഷിച്ചോ? അതും ഇനി പഴയതുപോലെ? അല്ല മോനെ, നന്നായിട്ട് അന്വേഷിച്ചു. ഇത് നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ആ രത്നമോളെ, മോളെ, അവർക്ക് ഒരു ഡിമാൻഡും ഇല്ല എന്നവര് പ്രത്യേകം പറയുകയും ചെയ്തു. രക്തമോളുടെ ഫോട്ടോ കണ്ട ഉടനെ അവർക്ക് ഇഷ്ടായി. നല്ല സ്വഭാവം, ദുശീലങ്ങളൊന്നുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥനാ. ആ, ഏതോ ഒരു വകുപ്പിലാ ജോലി. ആ, ചേട്ടത്തി ചെക്കന്റെ സ്ഥലം എവിടെയാ? ഈ മാണിക്യമംഗലത്ത് നിന്നും വടക്കോട്ടെ ഒരു 10 കിലോമീറ്റർ പോകണം. ആ. നമ്മുടെ പുത്തമ്പുരയിലെ ദാമോദരന്റെ മോളെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീടില്ലേ, ആ. അതിന്റെ അയൽവക്കത്താ. ഓ, അതേ മോനെ, അവരും പറഞ്ഞു നല്ല കൂട്ടരാ, രത്നയ്ക്ക് അവിടെ സ്വർഗമായിരിക്കുമെന്ന്.